മലപ്പുറത്തിൻ്റെ സർവ്വസ്പന്ദനങ്ങളും തിരിച്ചറിയുന്ന രണ്ടുപേരാണ് നമ്മുടെ നെറ്റ്വർക്കിലുള്ളത്. ഒന്ന് അഷ്കറും ഒന്ന് മുബഷീറും. മുബഷീർ, ഇന്നത്തെ സ്പന്ദനം നമ്മൾ രാവിലെ പ്രേക്ഷകരെ കേൾപ്പിച്ചു. കെ പി മജീദിന്റെ പ്രതികരണമായിരുന്നു. തത്സമയം തന്നെ പ്രതികരണം. അതെ, തീർച്ചയായും. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വലിയങ്ങാടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറത്തിന്റെ ഒരു ഹൃദയ ഭൂമിയാണ്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ചരിത്രം അറിയണമെങ്കിൽ, കാൽപന്തിനോടുള്ള മുഹബത്തിന്റെ ഒരു ചരിത്രം അറിയണമെങ്കിൽ, അതുപോലെ വാണിജ്യ ചരിത്രമൊക്കെ വിളിച്ചോതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതെ, ഈശൽ അറിയണം. അത്തരത്തിൽ വലിയ ചരിത്ര പ്രാധാന്യമുള്ള മേഖല. ഇല്ലെങ്കിൽ ബിരിയാണി ചെമ്പിലെ മണവും. അതെ, രാഷ്ട്രീയ പ്രബുദ്ധത ഞാൻ വെറുതെ പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ വോക്സ് പോപ്പ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലായി ഈ ഭാഗത്തേക്ക് വരാം. വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള അഭിപ്രായങ്ങളാവും നമുക്കുണ്ടാവും. അത് കൃത്യമായും അതിലൊരു ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഫുട്ബോൾ ആകുമ്പോൾ പലതരത്തിലുള്ള ഫുട്ബോൾ ഫാൻസ്, അത് കേവലം ലോകകപ്പോ അല്ലെങ്കിൽ യൂറോ കപ്പോ മാത്രം ഉണ്ടാവുന്നതല്ല. യുഎഫ ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെയുള്ള ക്ലബ്ബ് ഫുട്ബോളുകൾ വരെ ആ നിലയിൽ LED ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കാൽപന്ത് കാണുന്ന, കാൽപന്തിനെ ഇഷ്ടപ്പെടുന്ന ആ ആളുകളുടെ ജനതയാണ് മലപ്പുറത്തിന്റെ ഹൃദയഭൂമി എന്ന് വെറുതെ പറയുന്നതല്ല. ഞാൻ ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയിൽ വലിയങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് വലിയങ്ങാടി നമ്മളെ പരിചയപ്പെടുത്തിയ പറയണം. കുഞ്ഞു എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും ആ നിലയിൽ വളരെയധികം സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. കുഞ്ഞുവിനെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കുഞ്ഞു ഒരു ദിവസം നമ്മളുടെ മോർണിംഗ് ഷോയിൽ നേരിട്ട് വന്നിരുന്നു. ഓൺലൈൻ വഴി അല്ലേ? കോഫി വിത്ത് അരുണിൽ പങ്കെടുത്തിരുന്നു. കുഞ്ഞു പങ്കെടുക്കാൻ ഒരു താല്പര്യം എന്താ പ്രകടിപ്പിച്ചത്? അത് ഒരാഗ്രഹം, അന്ന് ആഗ്രഹം തോന്നി, നിങ്ങളത് നേരിട്ട് കാണണം എന്നൊക്കെ. ആ ആഗ്രഹം സാധിച്ചു. അതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ പരിപാടി ഗംഭീരമായി. വിവിധ കോണുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാട്ടും രാഷ്ട്രീയവും. അതിന്റെ പ്രധാന ഒരു സംഘാടകൻ കുഞ്ഞുമായിരുന്നു. കുഞ്ഞു ഗംഭീരമായിട്ടു. അതൊരു പ്രത്യേക താങ്ക്സ് അറിയിക്കുന്നു. കുഞ്ഞുവാണ് ഈ സ്ഥലം നമുക്ക് പരിചയപ്പെടുത്തിയത്. വലിയങ്ങാടി എന്നുള്ള മലപ്പുറത്തിന്റെ ഹൃദയഭൂമി. കുഞ്ഞു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അതിനൊപ്പം ഒരു വളണ്ടിയർ ആണ്. പോലീസ് ട്രോമ വളണ്ടിയർ ആണ്. അതായത് ഇവിടെ ആക്സിഡന്റുകൾ എന്ത് വന്നാൽ ആദ്യം റിപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പൊ അവിടെ വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യാം. അപ്പൊ കുഞ്ഞുവിനെ മുബഷീർ പിടിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഏതൊരു ആദ്യം കിട്ടുന്നത് കുഞ്ഞു വഴി മുബഷീർ വഴി റിപ്പോർട്ടറിലേക്കാണ് എന്നുള്ളതാണ്. അതാണ് വഴി. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അവിടെ വേണ്ട കാര്യങ്ങൾ, അഥവാ തെറ്റായ കേസ് ആവാതിരിക്കട്ടെ, അതാണ് നമ്മളെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളൊരു 5-6 ആളുകളുണ്ട്. ഷാജി, ഇംതിയാസ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതെ, താങ്ക് യു കുഞ്ഞു. കാര്യങ്ങളൊക്കെ ഉഷാറായി തന്നെ നടക്കട്ടെ. കുറേ പേർക്ക് ഇനി ആ സ്നേഹത്തിന്റെ തണലും സാന്ത്വനവും ഒക്കെ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നടക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് കൂടി പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി ഈ നിമിഷം പ്രേക്ഷകരെ തേടി എത്തുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജുകളും ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ യാത്ര ഈ തിരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം വരെ നമ്മൾ നിരന്തരമായി യാത്ര തുടർന്നുകൊണ്ടേ